സംഗീതത്തിൻ്റെ മുത്തും പവിഴവും നമുക്ക് സമ്മാനിച്ച് ദേവാങ്കണത്തിലേക്ക് തിരിച്ചുപോയ ജോൺസൺ മാഷ് ദേവരാഗങ്ങളുടെ ശില്പിയായ ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനായിരുന്നു. ദേവരാജൻ മാസ്റ്റർക്ക് ശേഷം ഏറ്റവും കൂടുതൽ മലയാള സിനിമയ്ക്ക് സംഗീതമൊരുക്കിയ സംഗീത സംവിധായകനാണ് ജോൺസൺ മാഷ്. മലയാളികളുടെ 70കളും 90കളും സംഗീത സാന്ദ്രമാക്കിയ ജോൺസൺ മാസ്റ്റർ നിത്യയൗവന ഭംഗിയുള്ള കുറേ ഈണങ്ങൾ പകർന്നു നൽകി. അനുരാഗിണി, ആകാശമാകെ, ആടിവാ കാറ്റേ, ആദ്യമായി കണ്ട നാൾ, എത്ര നേരമായി ഞാൻ, രാജഹംസമേ, എന്തേ കണ്ണന് കറുപ്പ് നിറം, സ്വർണ്ണമുകിലെ, ഒന്ന് തൊടാനുള്ളിൽ, അങ്ങനെ എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത മനോഹര ഗാനങ്ങൾ മലയാളിയുടെ ഗൃഹാതുരത്വത്തിൽ ജോൺസൺ മാസ്റ്റർ അവശേഷിപ്പിച്ചുപോയ സംഗീത തിരുശേഷിപ്പുകൾ. ആകാശമാകെ ഈണത്തിൻ്റെ അഴക് വിടർത്തിയ മഹാപ്രതിഭ. മണ്ണിൻ്റെ മണമുള്ള മനുഷ്യബന്ധങ്ങളുടെ കഥ പറഞ്ഞ തിരക്കഥാകൃത്തും സംവിധായകനുമായ മഹാപ്രതിഭ AK ലോഹിതദാസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, മരിച്ചാലേ മനുഷ്യൻ മഹാനാകൂ. ലോഹിയുടെ കാര്യത്തിലും ജോൺസൺ മാഷിൻ്റെ കാര്യത്തിലും അത് ശരിയാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. പണ്ട് ശ്രദ്ധിക്കാതിരുന്ന ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ പുതിയ തലമുറ ഇപ്പോൾ കവർ സോങ്ങായി പുറത്തിറക്കുന്നു. മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ് എന്നത് ഒരു ചൊല്ലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജോൺസൺ മാഷിൻ്റെ പശ്ചാത്തല സംഗീതം പോലും പാട്ടുപോലെ ആളുകൾ മൂളി നടക്കുന്നു. തൂവാനത്തുമ്പുകളിൽ ക്ലാരിയും ജയകൃഷ്ണനും കണ്ടുമുട്ടുമ്പോൾ കേൾക്കുന്ന ആ മധുര സംഗീതം വർഷങ്ങളേറെയായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ലല്ലോ. തനിക്ക് ഇത്രയേറെ ആരാധകർ ഉണ്ടായിരുന്നെന്ന് ജീവിച്ചിരുന്നപ്പോൾ ജോൺസൺ മാസ്റ്റർ അറിഞ്ഞതേയില്ല. ജോൺസൺ മാസ്റ്ററുടെ പ്രിയ പത്നിയാണ് റാണി. ഒരു മകളും ഒരു മകനും, സ്വർഗം പോലത്തെ കുടുംബം. ഹൃദയാഘാതം മൂലം 58-ാം വയസ്സിൽ ജോൺസൺ എന്ന സംഗീത മാന്ത്രികൻ മരിക്കുമ്പോൾ അടിക്കടി എത്തിയ 3 മരണങ്ങൾ റാണിയെ പിടിച്ച് കുലുക്കി. ഒറ്റയ്ക്കായി പോയ റാണിക്ക് ഇന്നും ഓർമ്മകൾ മാത്രമാണ് കൂട്ട്. റൺ എന്ന മകൻ, അവന് കമ്പം ബൈക്കുകളുണ്ടായിരുന്നു. എത്ര പഠിച്ചാലും ഞാൻ ജോലിക്കൊന്നും പോകില്ല അമ്മേ, ബൈക്ക് റേസിനെ പോകൂ എന്ന് പറഞ്ഞ് രാവിലെ ബൈക്കിൽ ഓഫീസിലേക്ക് പോയതാണവൻ. വട്ടം ചാടിയ ഒരു സ്ത്രീയെ ഇടിക്കാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു. അവൻ തെറിച്ചുപോയി. മരണം റെന്നിനെ കൂട്ടിക്കൊണ്ടുപോയി. അവനെ കല്ലറയിൽ അടക്കിയ ശേഷം എല്ലാവരും എന്നോട് പറഞ്ഞു, ജോൺസന്റെ പെട്ടി അലിഞ്ഞു തീർന്നിട്ടില്ല, അച്ഛൻ്റെ നെഞ്ചോട് ചേർത്താണ് മകനെയും വെച്ചതെന്ന്. ഒരായുസിൽ ഒരു മകൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം ഒരു ചെറിയ കാലം കൊണ്ട് അവൻ എനിക്ക് തന്നിട്ടുണ്ട്. വാക്കുകൾ ഇടറാതെ റാണി എന്ന ആ അമ്മ പറഞ്ഞു. അച്ഛനും മകനും പോയ ശേഷം ഷാൻ എന്ന എൻ്റെ മകളായിരുന്നു എൻ്റെ ഏക കൂട്ട്. അച്ചുവിൻ്റെയും ഡാഡിയുടെയും സ്നേഹം ഞാൻ തരുന്നില്ല അമ്മേ, പിന്നെന്തിനാണ് ഇടയ്ക്ക് വിഷമിക്കുന്നത് എന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു. അവളുടെ കല്യാണമായിരുന്നു എൻ്റെ ഏക സ്വപ്നം. എല്ലാം ഉറപ്പിച്ചു വെച്ചിരുന്നു. രാത്രി അവൾ എനിക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞു പോയതാണ്. ഹൃദയാഘാതം അവളെയും മരണത്തിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ദൈവത്തോട് പരാതിയില്ല. ഒരു വലിയ മനുഷ്യൻ്റെ ഭാര്യയാക്കി 2 മക്കളെ തന്നു. പക്ഷേ എല്ലാം വേഗം തിരിച്ചെടുത്തു. ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാതെ വിധി കാണിച്ച കൊടും ക്രൂരതയെപ്പറ്റി റാണി എന്ന ആ അമ്മ പറഞ്ഞു നിർത്തി. ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീതികളിൽ ഇന്നും നീ വന്നു, ഒരു നിമിഷം, ഈ ഒരു നിമിഷം, വീണ്ടും നമ്മൾ ഒന്നായി എന്ന ആ ഗാനം കേൾക്കാൻ ഈ ജന്മം മതിയാകുമോ പ്രേക്ഷകരെ?